1-2 ദിവസത്തെ പനി കാരണം ഇതുപോലെ ഒന്ന് എണീറ്റ് നടക്കാൻ ഉടനെയൊന്നും പറ്റില്ല എന്നാട്ടോ വിചാരിച്ചത്. എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സൗണ്ടിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ടേസ്റ്റ് ബഡ്സൊക്കെ ആകെ പോയി കിടക്കുകയാണ് കേട്ടോ. എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും. നമ്മൾ തന്നെ വേണ്ടേ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ നടത്താൻ. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും വെയിലൊക്കെ ഒന്ന് താഴ്ന്നപ്പോൾ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. 1-2 ദിവസമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങലേ ഉണ്ടായിരുന്നില്ല. തീർത്തും ക്ഷീണമായിരുന്നു കേട്ടോ. ഡാലിയയിലെ പൂക്കളൊക്കെ പൊഴിഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് പിച്ചിക്കളഞ്ഞു കേട്ടോ. പുതിയ പൂക്കൾ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഐഡിയ ആണേ. ഡാലിയ പൂവിൻ്റെയൊക്കെ സീസൺ തീരാറായിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പോഴും പൂക്കളുണ്ട് കേട്ടോ. ആ തണ്ടിങ്ങനെ പിച്ചിക്കളഞ്ഞിട്ടാണേ. വൈറ്റ് റോസയിൽ കണ്ടോ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുകയാണ് കേട്ടോ. എന്താ ഭംഗിയെന്നറിയാവോ, നല്ല മണമാണേ. പക്ഷേ എനിക്ക് സ്മെല്ല് ചെയ്തിട്ട് ഒട്ടും കിട്ടുന്നില്ല കേട്ടോ. നിറച്ച് മൊട്ടുകളും ഉണ്ട്, അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടായി നിൽപ്പുണ്ടേ. എന്താ രസമെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാറാലയൊക്കെ കെട്ടി നിൽപ്പുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് തൂത്ത് പെറുക്കി കളഞ്ഞു. പിന്നെ ഇതാ റെഡ് റോസയിൽ ഒരു പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ടേ. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൽ പൂക്കൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ കാണാൻ ഭംഗിയുണ്ടേ. പിന്നെ ഞാൻ പോയത് നേരെ ചെണ്ടുമല്ലി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പുതിയതായിട്ടൊക്കെ എന്തെങ്കിലും ഫ്ലേവർ ചെയ്ത് നിൽപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ മുട്ടുകളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടേ. കാണാൻ പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഇതിലിങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ പൂക്കളിങ്ങനെ പിച്ചി കൊണ്ടുപോകാറുണ്ട്. അവർക്കറിയില്ലല്ലോ ഇതിൻ്റെയൊക്കെ സീരിയസ്നെസ് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ടെന്ന്. കുട്ടികൾ പൂക്കൾ കണ്ടാൽ പറിക്കുമല്ലോ. പക്ഷേ ഇതിങ്ങനെ വരിയായിട്ട് നിൽക്കുന്ന കാണാൻ പ്രത്യേക ഭംഗി കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടാവാൻ ഞാൻ നന്നായിന്ന്. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പൊട്ടിച്ച് പൂവിടത്തില്ലേ. ഇതിപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. അതുകൊണ്ട് കുറച്ചുകൂടെ കാലം ഇങ്ങനെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റുമല്ലോ.